ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പത്തിനുള്ള മാവ് അരയ്ക്കുന്നതും ഒരു വെജിറ്റബിൾ സ്റ്റ്യൂ അല്ലെങ്കിൽ എഗ് സ്റ്റ്യൂ എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. വെജിറ്റബിൾ സ്റ്റ്യൂവിലോട്ട് 2 മുട്ട പുഴുങ്ങിയിട്ടാൽ അത് എഗ് സ്റ്റ്യൂ ആവുമല്ലോ. അപ്പം നമ്മൾ അപ്പം അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1.25 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ സാധാരണ അപ്പത്തിൻ്റെ മാവ് എടുക്കുമ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുകയാണ് പതിവ്. അപ്പം ഞാൻ 3 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിടുക. ഒരു 1/3 കപ്പ് പഞ്ചസാര, എൻ്റെ കയ്യിലിരിക്കുന്നത് ഡബിൾ ആക്ഷൻ ഈസ്റ്റ് ആയതുകൊണ്ട് വളരെ കുറച്ച് 1/8 ടീസ്പൂണിൽ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുക, 1.5 ടീസ്പൂൺ ഉപ്പ്. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ പച്ചരി മാത്രം ഒരു 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകണ്ട, ഒരു ചെറിയ തരി കാണണം. അപ്പം നമ്മളിന്ന് പല രീതിയിൽ അപ്പം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ കപ്പി കാച്ചിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അളന്ന് ഒരു 1/4 കപ്പ് എടുക്കുകയാണ്. 1/4 കപ്പ് അത് എടുത്തിട്ട് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കത് കപ്പി കാച്ചിയെടുക്കാം. നമുക്കിനി ആ വെള്ളവും ആ അരി അരച്ചതും കൂടെ കൂട്ടി നമുക്ക് കപ്പി കാച്ചിയെടുക്കാം. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നുകിൽ ചെറിയ തീയിലേ വെക്കാവുള്ളൂ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മീഡിയം തീയിൽ. അത് പെട്ടെന്നങ്ങ് കുറുകും, അരിമാവായതുകൊണ്ട് പെട്ടെന്നങ്ങ് കുറുകും. നമുക്കത് ആവശ്യത്തിനുള്ള ആ ഒരു കുറുകലിൻ്റെ പരുവാകുമ്പോൾ ഇപ്പം ദേ ആയി വരുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള കുറുകലായി കഴിയുമ്പോൾ നമ്മളത് നിർത്തുക. എന്നിട്ടത് ശരിക്ക് തണുക്കാനായിട്ട് അതങ്ങ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ കപ്പി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ആ കുറേ അരച്ച് വെച്ചിരിക്കുന്ന ആ മാവിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങ, 1.25 കപ്പ് തേങ്ങയും ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന്, ഈസ്റ്റ് നമുക്ക് പിന്നെ ഇടാം. കാരണം ഈസ്റ്റ് ഈ മാവിനകത്ത് കിടന്നങ്ങ് വല്ലാതെ ചൂടായിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അത് കാരണം ഇത്രയും നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുക. ആദ്യം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇപ്പം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈസ്റ്റും പിന്നെ ആ മാവ് ചൂടാവാതിരിക്കാനായിട്ട് ഒരു 2 കട്ട ഐസും കൂടി ഇടുന്നത് നല്ലതാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചോറ്. സാധാരണ കപ്പി കാച്ചുന്നതിൽ ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്കൊരു 2 ടേബിൾ സ്പൂൺ കൂടെ ചോറ് ചേർക്കുമ്പോഴാണ് കുറേ കൂടെ സോഫ്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ചോറും കൂടെ ചേർത്തിട്ട് ഇത് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അതാണ് കുറച്ചുകൂടെ സൗകര്യം. പക്ഷേ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഒന്നായിട്ട് തന്നെ അതൊരിച്ചിരി ലിഡൊന്ന് അമർത്തി പിടിക്കണം എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടത് സൂക്ഷിച്ച് അതരച്ച് നമ്മൾ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ വെക്കുക. കാരണം അത് നന്നായിട്ട് പൊങ്ങി വരുമല്ലോ, നല്ലതായിട്ട് ഇത് ഫെർമെൻറ്റ് ചെയ്ത് വരും. അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് അതടച്ച് ഒരു 8 മണിക്കൂർ വേണ്ടി വരും അത് നന്നായിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനുള്ള സ്റ്റ്യൂ റെഡിയാക്കാവേ. ഒരു 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 4 കഷ്ണം കറുവാപ്പട്ട, ഒരു 5 ഏലയ്ക്ക, ഒരു 8 ഗ്രാമ്പു. ഇത്രയും സാധനങ്ങൾ മതി. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയിലോട്ട്, ഞാൻ സാധാരണ ഒരു 2 കൂടുതൽ എടുക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ അധികമായാലും കുഴപ്പമില്ല, ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഇതൊരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ എണ്ണ ഒരുപാട് ആവശ്യം വരുന്നില്ല. അതിലേക്ക് നല്ല ഒരു 3 സവാളയുള്ളി, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു 3 സവാളയുള്ളി അരിഞ്ഞ് അത് വഴറ്റുക. അതൊരുപാട് അങ്ങ് വഴന്നു പോകേണ്ട കാര്യമില്ല കേട്ടോ. അതിലോട്ട് ഒരു 15 പച്ചമുളക്, നല്ല വലിയ പച്ചമുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അത് നടുവേ കീറി ഒന്നിടുക. 1 ടീസ്പൂണ് ഉപ്പും കൂടെ ഇടുക. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാമല്ലോ. പിന്നെ നമുക്ക് സ്റ്റ്യൂവിന് നമുക്ക് നിറം പോകാതെ ഇരിക്കാൻ നല്ല വെള്ള സ്റ്റ്യൂ ആയിട്ട് തന്നെ കിട്ടാനുള്ള ഒരേ ഒരു വഴി, നമുക്ക് കറുവാപ്പട്ടയും ഗ്രാമ്പും മസാലയൊക്കെ ഇടുമ്പോഴും ഉള്ളി ഇടുമ്പോഴും വഴറ്റുമ്പോൾ ഒട്ടും അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 12 അല്ലി വെളുത്തുള്ളിയും നല്ല ഒരു കഷ്ണം ഇഞ്ചിയും കുഞ്ഞായിട്ട് അരിഞ്ഞത്, വളരെ ചെറുതായിട്ട് അരിയണേ. അല്ലെങ്കിൽ ഇത് നമ്മൾ സ്റ്റ്യൂ കഴിക്കുമ്പോൾ അത് വലിയ കഷ്ണമായിട്ട് കിടന്നു കഴിഞ്ഞാൽ അതിൽ കയറി കടിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. അതുകൊണ്ട് വളരെ കൊച്ചായിട്ട് അരിഞ്ഞ് വഴറ്റുക. പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വഴറ്റുമ്പോൾ ഒട്ടും അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. അതിലേക്ക് ആവശ്യത്തിന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തത് ഇടാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബീൻസും പൊട്ടറ്റോയും ക്യാരറ്റും മാത്രമാണ്. അത് ഏതാണ്ട് ഒരേ വലിപ്പത്തിൽ മുറിക്കണം.
അല്ലെന്നുണ്ടെങ്കിൽ പല വേവായി പോവുകയല്ലേ. അത് കാരണം മുറിക്കുമ്പോഴും ശ്രദ്ധിക്കുക. എന്നിട്ട് അത് കുറച്ച് നേരം ആ ഉള്ളി വഴറ്റിയതിൻ്റെ കൂട്ടത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയ ശേഷം നമുക്കതിൻ്റെ ഒപ്പം രണ്ടാം പാൽ ഒഴിക്കാം. ഇതേ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു. നമ്മൾ കട്ടിയായിട്ട് എടുക്കണം. ഒന്നാം പാൽ നല്ല കട്ടിയായിരിക്കണം കേട്ടോ. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ ഇതേ രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രഷർ കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് ഒറ്റ വിസിൽ ശ്രദ്ധിച്ചാൽ മതി. ഒറ്റ വിസിൽ കഴിയുമ്പോൾ ഉടനെ ആ സ്റ്റൗ നിർത്തി അപ്പോൾ തന്നെ അതിനുള്ളിലെ പ്രഷർ പെതുക്കെ കളഞ്ഞ് നമുക്ക് അധികം താമസിക്കാതെ തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കുറച്ച് വെള്ളവും തേങ്ങാപ്പാലും എല്ലാം കൂടെ കുറച്ച് കാണും. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, ഇച്ചിരൂടെ ഒരു നല്ല കുറുകൽ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോട് ചേർക്കുക. ഞാൻ ഇതിനകത്ത് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് താല്പര്യമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് ചെയ്യാവുന്നത് കാഷ്യൂ നട്ട്സ്, ഒരു 10-20 കാഷ്യൂ നട്ട്സ് എടുത്തൊന്ന് കുതിർത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുകലും കിട്ടും, കുറേ കൂടെ ടേസ്റ്റുമായിരിക്കും. ഞാൻ കുറച്ചുകൂടെ ഉപ്പിടുകയാണേ. നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നിയുകൊണ്ട് ഇച്ചിരി കൂടെ ഉപ്പിട്ടു. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് സ്പ്ലിറ്റഡ് കാഷ്യൂ നട്ട്സോട് ചേർക്കുക. അതൊരു അത്യാവശ്യമുള്ള സംഗതിയല്ല. ഇവിടെ സാധാരണ അത് ഇടയ്ക്കിടയ്ക്ക് ചേർക്കാറുണ്ട്. പ്രത്യേകിച്ച് ഗസ്റ്റ് വരുമ്പോഴാണ് കൂടുതൽ അത് ചേർക്കാറുള്ളത്. അപ്പോൾ ആ ചൂട് സ്റ്റൂവിനകത്ത് കിടന്ന് അത് കുറച്ച് വേവുമ്പോഴത്തേക്ക് അത് ശരിക്കും നമ്മുടെ പച്ച കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു രുചിയാണ് കിട്ടുന്നത്. നല്ലതാണ് അതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ തട്ടിൽ കുട്ടി അപ്പം റെഡിയാക്കാം അല്ലേ. കൊച്ചപ്പം ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ കൊച്ചപ്പം, ഇത്രയും സാധാരണ കുഞ്ഞായിട്ടല്ല എടുക്കുന്നത്. ഇന്ന് ഒരു പ്രത്യേകത ഇരുന്നോട്ടെ എന്നോർത്ത് ചെറുതായിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. സാധാരണ മിക്കവാറും ഇവിടെ ലേസ് അപ്പമാണ് ഉണ്ടാക്കാറ്. നമ്മുടെ ഫ്രില്ലുള്ള അപ്പം ഇല്ലേ, അതാണ് ഉണ്ടാക്കാറ്. ഇന്നൊരു വ്യത്യാസത്തിന് വേണ്ടി ഇതുണ്ടാക്കിയതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി അതേപോലെ ഫോളോ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ പ്രത്യേകിച്ച് നോമ്പല്ലേ, അപ്പോൾ ഈ വെജിറ്റബിൾ സ്റ്റ്യൂ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. എന്തിൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം, ഇടിയപ്പം, പുട്ട്, ബ്രെഡ്, ചപ്പാത്തിയുടെ കൂടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഈ മുട്ടയുടെ സ്ഥാനത്ത് ചിക്കൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ചിക്കൻ സ്റ്റ്യൂ ആയി. ചിക്കനാണ് ചേർക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറിയിൽ വെജിറ്റബിൾസ് ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് ചിക്കൻ ചേർക്കുക. ചിക്കൻ ചേർത്തൊന്ന് വഴറ്റിയ ശേഷം വെജിറ്റബിൾസ് ചേർത്ത് വഴറ്റുക. എന്നിട്ട് രണ്ടാം പാലൊഴിച്ച് കുക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിലെ റെസിപ്പീസൊക്കെ പ്രയോജനം ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.